എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ. നമുക്കൊരു 41 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം നമ്മുടെ ഈ കറൻറ്റ് ടൈം. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന ടൈമിൽ നമുക്ക് 41 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചങ്കുവച്ചമാർക്ക് എല്ലാവർക്കും ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ OnePlusNord എല്ലാവർക്കും അറിയാമല്ലേ. 2 ദിവസം മുന്നേ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ നോക്കാം. കാരണം ഒരു 5G ഫോൺ, ഒരു 30,000 ഒരു മിഡ് റേഞ്ച് ഫോണിലൊരു 5G ഫോൺ നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിലായിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. OnePlusNord എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരംഗം തന്നെയാവും. കാരണം ഒരു കളറൊക്കെ ഒരു മാറിയിട്ടുണ്ട്. ഒരു ബ്ലൂയിഷ് ടൈപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. നോർമൽ പാറ്റേണിൽ നിന്ന് വൈറ്റ് റെഡ് എന്നൊരു കോമ്പിനേഷൻ മാറ്റി ഒരു വൈറ്റ് ബ്ലൂ ഒക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു മാർക്കറ്റ് പിടിച്ച് കഴിഞ്ഞു. കാരണം ഇപ്പോൾ തന്നെ ഇഷ്ടംപോലെ ഫാൻസ്, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു 2 ദിവസം മുന്നത്തെ നമ്മുടെ യൂട്യൂബ് ട്രെൻഡിങ് നോക്കി അറിയാം നമുക്ക്. നമ്മുടെ ജയരാജേട്ടൻ്റെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അൺബോക്സിങ് തെറാപ്പിയുടെ, അങ്ങനെ ഒട്ടുമിക്ക പ്രമുഖ ചാനലിലൂടെയൊക്കെ ഈ അൺബോക്സിങ്ങും അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂവും ഒരു 1 വീക്ക് മുന്നുള്ളതും കറണ്ട് അൺബോക്സിങ്ങും ഡീറ്റെയിൽസ് എല്ലാം ട്രെൻഡിങ്ങിലാണ് നിൽക്കുന്നത് OnePlusൻ്റെ നോഡിൻ്റെ. അപ്പോൾ നമുക്കറിയാമല്ലോ ആൾക്കാരെ എന്തോടെ ആകാംക്ഷയോടാണ് നമുക്ക് OnePlusNord നോക്കിയിരിക്കണമെന്ന്. നമുക്കതിന് കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങൾ നോക്കാം. നമ്മുടെ മാർക്കറ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എടുക്കേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ പുതിയ മൊബൈൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവർ വെച്ചൊന്ന് കമ്പയർ ജസ്റ്റ് നോക്കാം. ഓക്കെ, നമ്മുടെ OnePlusNord നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 3 വേരിയൻറ്റില്ല കേട്ടോ. 3 വേരിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് 6GB RAM, 8GB RAM, 12GB RAM. 6GB RAM വരുന്നത് 64GB ഇൻ്റർണലും, 8GB 128GB ഇൻ്റർണലും, തേർഡ് വൺ ടോപ്പ് എൻഡ് വരണത് 8GB 256 ആണ് വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ 6GB 64 ഇൻ്റർണലെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിന് നമുക്ക് പ്രൈസ് വരുന്നത് 25,000 രൂപ. 24,000 2499 ഒരു പ്രൈസ് ഉണ്ട്. ഒരു സൈക്കോളജി പ്രൈസ് എന്നൊക്കെ പറയും. BCom ആ ബ്രാഞ്ചൊക്കെ പഠിക്കുന്നതൊക്കെ അറിയാം കേട്ടോ. ഓക്കെ, സൈക്കോളജി പ്രൈസിങ് ആണത്. അപ്പോൾ ഒരു 24,999 നമ്മുടെ 6GB വരണത്. അതുപോലെ തന്നെ നമ്മുടെ 8GB 128GB വരണത് 27,999. ഓക്കെ, അപ്പോൾ 28,000 രൂപ, 1 രൂപ ഡിസ്കൗണ്ട്. ഓക്കെ, നമ്മുടെ ടോപ്പ് എൻഡ് വേരിയൻറ്റ് 8GB 256 ഇൻ്റർണൽ വരെ നമുക്ക് 29,999. ഓക്കെ, 30,000 രൂപ. അപ്പോൾ നമുക്ക് ഫോണിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ഉണ്ടാവും. നമുക്ക് മെയിൻലി ഫോൺ അവൈലബിൾ ആയിട്ട് 2 കളറാണ്. ഒന്ന് മാർബിൾ ബ്ലൂ എന്ന് പറയും. നോർമൽ ബ്ലൂ അല്ല, ഒരു മാർബിൾ ബ്ലൂ. പിന്നെ അതുപോലെ തന്നെ ഗ്രേ ഓണിക്സ്. ഈ 2 കളറിലാണ് നമുക്കിപ്പോൾ ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കറിയാം ഒരു 30,000 രൂപ വരുന്നുള്ളൂ ടോപ്പ് എൻഡിന്. 8GBക്ക് 256 വരുമ്പോൾ നമുക്ക് ആകെ വരണത് 30,000 രൂപ. അല്ലെങ്കിൽ വേണ്ട, നമുക്കൊരു 6GB 64GB മതി. നമുക്ക് 25,000 രൂപ വരുന്നുള്ളൂ നമ്മുടെ മാർക്കറ്റിൽ. അത് നമുക്ക് പറയാം 6.44 ഒരു വലിയൊരു ഡിസ്പ്ലേ, അതും 90 ഹെർട്സിൻ്റെ ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ നമുക്ക് തരണം. മെയിൻ ഹൈലൈറ്റ് ഇതൊന്നുമല്ല. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 5G ഫോണാണ്. നിലവിൽ ഇന്ത്യയിൽ നിൽക്കുന്നതിൽ ഏറ്റവും വില കുറഞ്ഞൊരു 5G ഫോണാണ് നമ്മുടെ OnePlusNord. അപ്പോൾ ഇതിൽ പ്രോസസ്സർ പറയുന്നത് Snapdragon 765G എന്നൊരു സ്നാപ്ഡ്രാഗൺ ആണ്. ഈ G എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇപ്പോൾ അറിയാം, നമുക്കിപ്പോൾ 5G വന്നാലും എടുക്കാൻ ടൈം എടുക്കും എത്താനും. എന്നാലും നമുക്ക് എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ഫോൺ മേടിച്ചു നമുക്ക് നഷ്ടമില്ല. കാരണം ഇനി 4G ഫോൺ എടുക്കണം നമുക്ക് നഷ്ടമാണ്. കാരണം ഇപ്പോൾ നോഡ് ലൈറ്റ് ഇറങ്ങും, ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടെന്ന് പറയണ്ടായി. നോഡ് ലൈറ്റ്, നോഡിൻ്റെ 3-4 വേർഷൻ കൂടി ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. ഈ വേരിയൻ്റ് അല്ലാണ്ട് നോഡ് ലൈറ്റ്, അങ്ങനെ ഒന്നും കൂടിയും ബഡ്ജറ്റ് താഴത്തുള്ള ഒരു 5G ഫോണിലും OnePlus നമുക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു 4G ഫോൺ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു നഷ്ടമായിരിക്കും. ഫോണിൻ്റെ ബാറ്ററി ബാക്ക് എന്ന് 4115 mAh ഒരു 30 വാട്ടിൻ്റെ നമുക്ക് സൂപ്പർ ചാർജ് കിട്ടാന്നാണ്. 30 വാട്ടിൻ്റെ. അപ്പോൾ നമുക്കറിയില്ല എത്ര പെട്ടെന്നായിരിക്കും ചാർജ് നമുക്ക് കയറാന്ന്. 30 വാട്ട് എന്ന് പറയുമ്പോൾ അതും ഇത്ര വലിയൊരു ഇത്ര വലിയൊരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് കണ്ടിട്ട്. ഈ ബാറ്ററി ബാക്കപ്പ് നമുക്കറിയാം, ഇത്ര ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. ഫോൺ അത്യാവശ്യം നല്ല 6.4 ഉണ്ട്. അപ്പോൾ നമുക്കൊരു വെയിറ്റ് പ്രൊഡിക്റ്റ് ചെയ്യാമല്ലോ. വെയിറ്റ് ഇപ്പോൾ എല്ലാവരും വിചാരിക്കും 200 പോയിൻ്റായിരിക്കും, ഗ്രാം ഉണ്ടായിരിക്കും എന്നൊക്കെ വിചാരിക്കും. ഇത് ആകെ വെയിറ്റ് വരണം 184 ഗ്രാമാണ് ആകെ വെയിറ്റ് വരണത്. 184 ഗ്രാമുള്ളതിൻ്റെ ആകെ വെയിറ്റ്. സിമ്പിൾ ലൈറ്റ് തിന്നായിട്ടുള്ളൊരു ഫോണാണ്. നമ്മളെല്ലാവർക്കും അതിൻ്റെ പിക്ചേഴ്സ് അല്ലെങ്കിൽ കണ്ട വീഡിയോസൊക്കെ കണ്ടറിയാം. അത്ര തിന്നാണ് ഈ ഫോൺ. ക്യാമറയുടെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം, ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ എഡ്ജിലായിട്ട് 2 ക്യാമറാസാണ് കൊടുത്തത്. ഒരു ഡിസ്പ്ലേക്ക് നമുക്ക് ഈ പിക്ചറിൽ കാണാൻ പറയാം, കണ്ട അതിൻ്റെ ലെഫ്റ്റ് കോർണറിൽ ഒരു 2 പഞ്ച് ഹോൾ ക്യാമറയാണ് കൊടുത്തത്. ഒന്ന് വൈഡിനും ഒന്ന് നോർമൽ സെൽഫി ക്യാമറയ്ക്കും. ആ 2 എണ്ണം നമുക്കൊരു ഫിനിഷിങ്, ടോട്ടലൊരു ഫ്ലാഗ്ഷിപ്പ് ഫിനിഷിംഗ് എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. റയർ സൈഡ് ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് 48 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെയും 5 മെഗാ പിക്സലിൻ്റെ 2 ക്യാമറയും, അങ്ങനെ 4 ക്വാഡ് ക്യാമറയാണ് നമുക്ക് റയർ ക്യാമറയിൽ വരുന്നത്. നമുക്കറിയാം
നല്ല രീതിയിൽ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനും. ഇപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ഇറങ്ങിയുള്ള OnePlus 8, OnePlus 8 Pro ആ ഒരു ഇതിലുപയോഗിച്ചുള്ള സോണിയുടെ ഒരു സോണി IMX 586 എന്നുള്ള ടെക്നോളജിയാണ് ഇതിൽ നമ്മുടെ കോഡ് ക്യാമറ സെറ്റപ്പിൽ OnePlusNord OnePlus 8 ഇൻട്രൊഡ്യൂസ് ചെയ്ത സെയിം സിസ്റ്റമാണ് നമ്മുടെ OnePlusNordലും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് വലിയൊരു കാര്യമാണ്. നമുക്കൊരു OnePlus 8 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറച്ച് കൂടിയും പ്രൈസ് കൂടുതൽ സെറ്റാണ്. അപ്പോൾ നമുക്ക് ആ വിലയിൽ ആ സെയിം ക്യാമറ സെറ്റ് നമുക്കൊരു OnePlusNord അതും 5G ഫോൺ OnePlus 8-നേക്കാളും അഡ്വാൻസ്ഡ് ഉള്ള ഫോൺ നമുക്ക് അവൈലബിൾ ആണ്. അൺലോക്കിംഗ് സിസ്റ്റം ഇപ്പോൾ പണ്ടത്തെ പോലെ തന്നെ സൈഡിൽ ഇപ്പോൾ നമുക്കറിയാം പോക്കോ അങ്ങനെ മറ്റു ബ്രാൻഡുകളെ പോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ സൈഡിലാണ് വരുന്നത്, പവർ ബട്ടണിൻ്റെ അവിടെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ വളരെ സോഫ്റ്റായ നമ്മുടെ OnePlusൻ്റെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയാം, ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫേസ് അൺലോക്കിങ്, ഈ 2 സിസ്റ്റമാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ 25,000 ബഡ്ജറ്റിൽ ഇതുവരെയായിട്ടൊരു ഫോണിൽ സാംസങ് മാത്രം ഇൻട്രൊഡ്യൂസ് എനിക്ക് തോന്നുന്നുണ്ട്. അവർ ബഡ്ജറ്റിൽ ഇപ്പോഴും ഇല്ല. അവരുടെ ഇപ്പോൾ ടോപ്പ് വേർഷനിലൊക്കെ ഉള്ളൂ ഈ NFC എന്ന് പറയുന്ന സംഭവം. NFC സിസ്റ്റം നമ്മുടെ സോണി മിറർലെസ് ക്യാമറാസിലും അതുപോലെ തന്നെ പെട്രോൾ ബങ്ക്സ് അങ്ങനെ തന്നെ എല്ലാ ഷോപ്പിംഗ് സൈഡിലും നമുക്ക് NFC ഉപയോഗിക്കാം. ATM കാർഡിന് വരെ നമ്മുടെ ഫോൺ NFC ആയിട്ട് ഇങ്ങനെ ഒരു സെൻസർ വെച്ച് നമുക്ക് ഉപയോഗിക്കുന്നതാണ്. ആ ഒരു സിസ്റ്റം നമ്മുടെ 25,000 ബഡ്ജറ്റിൽ ഈ ഫോണിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയൊരു ഒരു പോരായ്മയല്ല, എന്നാലും OnePlusNordൽ നമുക്ക് മെമ്മറി കാർഡ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ ഒട്ടുമിക്ക നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് മോഡൽ എടുത്ത് നോക്കണമെങ്കിലും നമുക്ക് ഒന്നിൽ തന്നെ ഒരു എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്കറിയാം 30,000 രൂപയ്ക്ക് നമുക്ക് 256 GB കിട്ടണമെങ്കിൽ നമുക്ക് അതിന് വേറൊരു ആവശ്യമില്ല എക്സ്പാൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഡ്രൈവ് അപ്പോൾ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉള്ള കാരണം അതൊരു പോരായ്മയില്ല. അതൊരു ഫ്ലാഗ്ഷിപ്പ് പാറ്റേൺ എന്ന രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്തത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു പോരായ്മയുടെ ഒരിക്കലും കണക്കൂട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് വെർഷനാണ് നമ്മുടെ Android 10 ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. OnePlusൻ്റെ മെയിൻ ഹൈലൈറ്റുള്ള ഓക്സിജൻ OS ആയിട്ട് അതിൽ ഉപയോഗിക്കുന്നത്. അത് നമുക്കറിയാം അത്ര ഒരു റിഫ്രഷിങ് റേറ്റ് 90 Hz ഉപയോഗിക്കും. നമുക്ക് ആ ഒരു ഓക്സിജനും കൂടി OnePlusൻ്റെ ആകുമ്പോൾ വേറെ പക്ക ലെവലായിരിക്കും ഫോൺ. നമുക്കിപ്പോൾ റിവ്യൂസിലും അതുപോലെ തന്നെ നമുക്ക് പ്രൊഡക്റ്റ് കയറ്റില്ല, നമ്മുടെ വീഡിയോസൊക്കെ നമുക്കറിയാം അത്ര ഒരു റിഫ്രഷിങ് റേറ്റും PUBG കളിക്കും മെയിനായിട്ട് PUBG. അതുപോലെ തന്നെ നമുക്ക് എന്നിട്ട് കളി നമുക്ക് സൂപ്പറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോണാണ് നമ്മുടെ നോഡ് എന്ന് പറയുന്നത്. നമുക്ക് അറിയാം ഇപ്പോൾ 6GB 64GB നമുക്ക് പറയുന്നത് 25,000 രൂപയാണ്. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ 25,000 രൂപയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ള സാംസങ് 25,000 രൂപയ്ക്കല്ല 20,000 രൂപയ്ക്കൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ് സാംസങ്. അപ്പോൾ തന്നെ പോക്കോ, ഇപ്പോൾ നമ്മുടെ പോക്കോ M2 Pro ഇറങ്ങിയിട്ടുണ്ട്. പോക്കോ X2 ഇപ്പോൾ നല്ല സെയിലാണ് നോക്കിയിട്ടുണ്ട്. അങ്ങനെ പോക്കോ F2, വിവോ Y50 നമുക്കറിയാം 8GB റാം നമുക്ക് ആകെ പറയുന്നത് 17,000 രൂപയുള്ളൂ 256-ന്. പക്ഷെ അത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫോൺ നല്ലൊരു ഫോണാണ്. കാരണം 8GB റാം നമുക്ക് 17,000 രൂപ ഒരു PUBG പ്ലെയർ എന്നുള്ളതിൽ ആൾക്ക് വയ്ക്കുക. പക്ഷേ അവിടെ പ്രശ്നം വരുന്നത് അതിൽ ക്യാമറ അല്ലെങ്കിൽ ഡിസ്പ്ലേക്ക് അത്ര ഒരു വാല്യൂ കൊടുക്കാണ്ട് റാമിനും ബൂസ്റ്റ് ചെയ്യാൻ മെയിനായിട്ട് അവിടെ കൊടുക്കണേ. പക്ഷേ OnePlusNord സംബന്ധിച്ചിടത്തോളം നമുക്ക് 25,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 30,000 ഈ 5,000 രൂപ ഡിഫറൻസ് നമുക്ക് ഏതുവേണം ചൂസ് ചെയ്യാം. 8GB എടുക്കാം, 12GB എടുക്കാം, 6GB എടുക്കാം. അത് നമ്മുടെ ഇഷ്ടം. പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് 3 വില നമുക്ക് എടുക്കാം. ഇത് 3 എടുത്താലും നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഒരു 5G ഫോൺ നമ്മുടെ ഹാൻഡിലായിരിക്കും. 5G ഒന്നാമത്തെ കാര്യം. പിന്നെ അതുമാത്രമല്ല 90 Hz ഡിസ്പ്ലേ, ഫ്ലൂയിഡ് LED ഡിസ്പ്ലേ, പിന്നെ എന്നിട്ട് പറയാം അങ്ങനെ എല്ലാ ലേറ്റസ്റ്റ് ഒരു ഫ്ലാഗ്ഷിപ്പിലുള്ള ടെക്നോളജി കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഒരു ഹാൻഡിലിരിക്കും. അതാണ് മെയിൻ കാര്യം. ഒന്നാമത്തെ കാര്യം നമ്മൾ ബാക്കി ഏത് ഫോൺ കമ്പയർ ചെയ്യാൻ നോക്കിയാലും ഇപ്പോൾ നമുക്കറിയാം 30,000 ബഡ്ജറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നത് ഓപ്പോ റെനോ കാണാം, വിവോ. പിന്നെ നമുക്കറിയാം ഓപ്പോ റെനോ കാണാം, സാംസങ് ഗാലക്സി A80 ഉണ്ട്, A70 ഉണ്ട്, A50 കുറച്ചുകൂടി പഴയതായി. അങ്ങനെ ഇഷ്ടംപോലെ ഫോൺസ് ഉണ്ടല്ലോ. ഇതിലൊന്നും ഒരു 5G ടെക്നോളജി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന നിലയിൽ നമുക്ക് എടുക്കാൻ വേണ്ട ഒരു പക്ക മാസ് ഫോണാട്ടോ നമ്മുടെ OnePlusNord. കാരണം ഇനിയൊരു 4G ഫോൺ എടുക്കാൻ വെച്ചാൽ ഒരു മണ്ടത്തിലാണ്. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഭൂലോകം മണ്ടത്തിലാണ്. ഇനിയൊരു ഫോൺ കുറച്ച് ഇപ്പോൾ എന്തെങ്കിലും ഫോൺ എടുക്കാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത്ര 25,000 നമുക്ക് ബഡ്ജറ്റില്ല, ഓക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു ചിലപ്പോൾ നോഡ് ലൈറ്റ് പറഞ്ഞായിരിക്കാം, ഇപ്പോൾ കൊറോണയ്ക്ക് കാരണമായിരിക്കാം ഈ ഒരു മാർക്കറ്റ് പിടിച്ച് കഴിഞ്ഞാൽ നോഡ് ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 20,000 ബിലോ ആയിരിക്കും. അതും അഡ്വാൻസ് ആയിട്ട് നമുക്ക് എടുക്കാമെന്നുള്ളൂ. കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഹാൻഡ് സെറ്റ് നമ്മുടെ കയ്യിലിരിക്കും. അല്ലെങ്കിൽ നമ്മളെടുക്കും 20,000 രൂപയ്ക്ക് നമുക്ക് വേറെ ഹാൻഡ് സെറ്റ് നമ്മളെ കയ്യിലെടുക്കും. എടുത്തു കഴിഞ്ഞ് നമ്മളെടുത്ത് ചിലപ്പോൾ അടുത്ത ആഴ്ച ചിലപ്പോൾ നോഡ് ലൈറ്റ് ഇറങ്ങി നമ്മളിത് ഇങ്ങനെ ഇരിക്കും. അതുപോലെ അവസ്ഥ. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഏത് ഫോൺ കമ്പയർ ചെയ്ത് ഇനി എല്ലാവരും ഒരു അഡ്വൈസ് ആയിട്ടത് 4G ഫോൺ മാക്സിമം നമ്മൾക്ക് അറിഞ്ഞവർക്കോ നമ്മുടെ റിലേറ്റീവ്സിനോ നമ്മുടെ കസിൻസിനോ നമ്മുടെ ഫ്രണ്ട്സ് ആയാലും മാക്സിമം അവരെ കൊണ്ട് ഒരു 5G ഫോൺ എടുപ്പിക്കാൻ നോക്കുക. കാരണം നമ്മളിപ്പോൾ പഴയ ഫോണായിരിക്കാം, അവർ ചിലപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ നിൽക്കായിരിക്കും. നമ്മൾ വെറുതെ അവർ കുഴിച്ചടിക്കാണ്ട് വെയിറ്റ് ചെയ്യാൻ പറയാം. ഇത് ബഡ്ജറ്റിന് ധൈര്യമായിട്ട് ബുക്ക് ചെയ്യാം. പക്ഷേ പ്രശ്നം നമുക്ക് ബേസ് വേരിയൻ്റായ 6GB 64GB കിട്ടണമെങ്കിൽ സെപ്റ്റംബർ മാസം ആവണം. പക്ഷേ 8GB 12GB നമ്മുടെ ഇപ്പോൾ അടുത്ത ആഴ്ച നമ്മുടെ
ആമസോണിൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഒട്ടുമിക്ക ഷോപ്സിലൊക്കെ പ്രീ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് പ്രീ ബുക്ക് 1000 രൂപീസ് എടുത്ത് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ലൊരു ഫോണാണ്. വേറെ ഏത് ഫോൺ കമ്പയർ ചെയ്താലും നിങ്ങൾക്ക് ഇത്ര പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു 5G ടെക്നോളജി നമ്മുടെ കയ്യിൽ കിട്ടാൻ പോണില്ല. അപ്പോൾ എല്ലാവരും എടുക്കുക. ഓക്കെ, എത്ര നാളും നമ്മുടെ കില്ലർ ഫോൺ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അറിയാലോ റെഡ്മിയുടെ K സീരീസ് അറിയാം, അത് മാസ് ഫോണാണ്. അപ്പോൾ അതിനേക്കാളും അഡ്വാൻസ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ OnePlus ആയിട്ട് നമുക്കൊരു ബാരിയർ വെച്ചേക്കാണ്. നമുക്ക് പുതിയ ഫീച്ചേഴ്സ്, പുതിയ ടെക്നോളജി, ഇതൊരു ചേഞ്ച് ആയിരിക്കും. കാരണം ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ജിയോ വന്ന കാരണം ബാക്കി എല്ലാവരും ആ ഭാഗത്തേക്കൂടെ വന്നു. അപ്പോൾ തന്നെ MI വന്നു, MI നോട്ട് സീരീസ് വില കുറച്ച് ഇറക്കിയപ്പോൾ ബാക്കി എല്ലാ ഫോൺ ആ പ്രൈസിൽ ഇറക്കി തുടങ്ങി. ഇനിയിപ്പോൾ എല്ലാ കമ്പനീസും മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി 5G സ്പെക്ക് നമുക്ക് ഇതിനേക്കാൾ വില കുറച്ച് ഇറക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇപ്പോൾ നിൽക്കുന്ന മാർക്കറ്റിനനുസരിച്ച് നമുക്കിതൊരു വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റുന്ന സൂപ്പർ ഫോണാണ്. വീഡിയോയ്ക്കായാലും ഫോട്ടോ ആയാലും ക്യാമറ ആയാലും പെർഫോമൻസ്, എല്ലാവരും PUBG അല്ലേ, അവർക്കായാലും എല്ലാവർക്കും മാസ് ഫോണാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക, പിന്നെ ബെൽ ബട്ടൺ അമർത്തിയാൽ നമുക്ക് അടുത്ത പ്രാവശ്യത്തെ വീഡിയോ വരുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.